നമ്മുടെ നാട്ടിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് അതെനിക്കും മോശമായിട്ട് തോന്നി. ഞാൻ ചേച്ചിയുടെ അടുത്ത് സോറി പറഞ്ഞു. എന്താണ് എപ്പോ എവിടെ വെച്ച്? ഓ മൈ ഗോഡ്. രേണു എന്നെ പറയാനുള്ള? അതെ സാറേ, ഞങ്ങള് വഴക്കാം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കും. ആര്? ഞാൻ ചമ്മിപ്പോയില്ലേട്ടാ. അത് തനിക്ക് എന്തൊരു സ്റ്റോറി സെൻസ് ആണോ? എത്ര പെട്ടെന്ന് ഒരു കഥ ഉണ്ടാക്കിയത് കേട്ടപ്പോ എല്ലാരുടെ മുന്നില് വേറെ വെള്ളം വീണ് വീണ് ഇനി അത് വളരും. വേറെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ധൈര്യവും ചാട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എവിടുന്ന് വന്നറിയ ആവേശമൊക്കെ? ചമ്മി നാറി ഉരുകിപ്പോയി പറയാം. എനിക്ക് നല്ല പുളിച്ച തെറി പറയാറിയാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. എന്റെ സംസ്കാരം നീ ചോദിച്ചതല്ല. പോലെ അങ്ങനെ സംഭവിച്ചതില് എനിക്കും വിഷമമാണ്. വല്ല യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ മനസ്സിന് സ്വല്പം ആശ്വാസം കിട്ടുമായിരുന്നു. സോറി പറഞ്ഞു. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ. സോറി പറഞ്ഞു അക്ബർ. എന്നാലും ചമ്മി നാറി രാവിലെ. എന്നിട്ട് അത് ഒരാൾ വന്നിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. സോറി പറഞ്ഞോണ്ട് നിങ്ങൾക്ക് ആ ഫീലും ഇവള് കായ്ക്ക അത് വരയ്ക്കാതെ അവൾ ഇവിടുന്ന് പോവില്ല. മാറത്തില്ലല്ലോ. മാറില്ലല്ലേ? ഞങ്ങളിങ്ങനെ മണ്ടന്മാരാക്കുന്നത് ലോകരുടെ മുഴുവൻ മുന്നിലല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം അക്ബർ. നോക്കൂ നോക്കൂ, അപ്പൊ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. ഞാൻ പറയട്ടെ പറയട്ടെ പറയാൻ പറഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുവാണെ അക്ബർ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക. അതാണ് ഇനി എന്താ ചെയ്യുന്ന ഒരു പിടിയും കിട്ടുന്നടാ. ആരുടെ കാലില വീഴേണ്ടത്, ഏത് ദൈവത്തെ വിളിക്കേണ്ടത്, ഒരു രൂപമില്ല. അക്ബറിനുള്ള ശിക്ഷ. അല്ലെങ്കിൽ അടുത്ത പണി അക്ബറിന് കിട്ടും. തീർച്ചയായിട്ടും. അല്ല, ഇവര് തമ്മിലുള്ള വഴക്കിനിടെ അനുമോൾ എന്റെ കുത്തി പറയുന്ന പോലെ എനിക്ക് കയറി എന്തൊക്കെയോ സംസാരിക്കുന്നതായിട്ടില്ല. എന്തായിരുന്നു? സ്ത്രീകളെ മൊത്തം അങ്ങനെ പറയരുത്. പിന്നെന്തോ വെള്ളം വീണ് വീണ് ഇനി അത് വളരും. വിധവ എന്തൊക്കെയോ പറയുന്ന കേട്ടില്ല. എന്താണ്? എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോം എന്തായി കാണണേ, എന്തൊരു മറിമായം. അപ്പം അക്ബറിനെ സപ്പോർട്ട് ചെയ്യായിരുന്നോ? ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് പണി ചെയ്യാം. അല്ല, എനിക്ക് വിഷമം കൊണ്ട് തൊട്ടതാണ് കൊണ്ടുവന്നത്. എന്തിനാ അങ്ങനെ പറഞ്ഞത് ശരിയല്ല. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇവളെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്. പറഞ്ഞു ജയിക്കാൻ പറ്റൂല. പുള്ളിക്കാരിയുടെ വിഷമം കണ്ടിട്ട് കേട്ടിട്ട് എനിക്ക് ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം. ഈശ്വര, എന്തൊരു ചൈതന്യം.